ഹായ്, അപ്പോൾ എല്ലാവർക്കും റെഡക്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നതും. നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഒരു ചെറിയ റീപ്ലേസിങ് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ അപ്പുറം മാറുന്നൊരു വീഡിയോ ആണ്. നമുക്ക് ബാക്കിയൊക്കെ വീഡിയോയിലൂടെ കണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫ്ലൂയിഡാണ്, ബ്രേക്ക് ഫ്ലൂയിഡാണ്. നമ്മുടെ നട്ടും ബോൾട്ടൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്ലൂയിഡ് കയറ്റുന്നതാണ്. പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്ന് മിക്കവാറും ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. താഴെ ഒരു ബോൾട്ടോടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ എടുക്കാം. ഓക്കെ, നമ്മുടെ സസ്പെൻഷൻ നമ്മളൊന്ന് ഡീസൽ വാഷ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് തുരുമ്പ് പോലെയും പഴയ ഗ്രീസിൻ്റെ വേസ്റ്റ് അങ്ങനത്തെ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിലോട്ട് റീസെറ്റ് ചെയ്യാം. നമ്മുടെ അംബാസഡറിൽ കൂടുതൽ വരുന്നതും ചെറിയ ചെറിയ ബോൾട്ടുകളാണ്. സമ്മതിക്കൂല, ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കൂല എന്നെ. എടുക്കും.
21 ഓക്കെ. ഇപ്പോൾ 21 ബോക്സ് ഇട്ട് നമ്മൾ അപ്പുറാമിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്യണം കേട്ടോ. അപ്പുറം കറങ്ങുമെന്ന് ഉള്ള ടെൻഷനേ വേണ്ട, എല്ലാം നല്ല ജാമായിരിക്കണം. നമ്മൾ ആദ്യമേ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ തേച്ചിട്ടത് കൊണ്ടാണ് കേട്ടോ ഇത്രയും സ്മൂത്തായിട്ട് ഇളകി വരണത്. അല്ലെങ്കിൽ പെയിൻറ്റിൽ ഇളവിലായിരുന്നു, അനങ്ങുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഇതങ്ങ് വിടാം. നോക്കാമല്ലോ. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. എല്ലാം കൂടെ സസ്പെൻഷനും കാര്യങ്ങളും ഒന്നും ക്ലിയറായിട്ട് നോക്കാത്തത് കാരണം ഇപ്പോൾ അത് ലൂസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ടൈറ്റായിപ്പോയി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് മാറുന്നത് കേട്ടോ. ആക്ഷനും ഇല്ല, നല്ല ടൈറ്റുമാണ്, ഒരു വല്ലാത്തൊരു കണ്ടീഷനിലാണ്. നമുക്കിനി ഔക്കേണ്ടത് ഇവിടുത്തെ 2 ബോൾട്ടും ഇതിനടിയിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഔക്കണം. ഓഹോ, അപ്പോൾ അവിടെ ഇളക്കിയാലേ കയറത്തുള്ളൂ അല്ലേ? ഇളക്കിയ എളുപ്പമുണ്ട് നമുക്ക്. തിരിച്ച് കയറ്റാൻ്റെ ആവശ്യമില്ല, മറ്റുള്ള ജാമായിരിക്കണല്ലേ. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കൈ കൊണ്ട് തിരികൂലേ എണ്ണ? അത് ഇനി കൈ കൊണ്ട് പിടിച്ചാൽ വരൂലേ? നിമിഷം തയ്ച്ചാ അവിടെ തട്ടിക്കണല്ലേ? ഓക്കെ. പിടിച്ചിരിക്കുകയില്ലേ? ഇവിടെ പറയാനൊക്കെ ഇല്ല. അനക്കവിടെ എങ്ങനെ? എനിക്കിവിടെ അനക്കമില്ല, ഒരു പിടുത്തമൊന്നും ഇവിടെ ലൂസാവേന തന്നെ. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ്റെ അടിയിലത്തെ 3 ബോൾട്ട് ഇളക്കി. ഒന്നും പുറത്തോട്ട് പോലും ഇറങ്ങി വരുന്നില്ല, എന്ത് കഷ്ടമാണ്. ഒരു ലോഡ് പീസിൻ്റെ കളികളാണല്ലോ ഇവിടെ മൊത്തം. ഇതാണ് സാധനം. ഇതുണ്ടോ, ഇതിൽ നമ്മളൊന്നും ഇളക്കാനൊന്നും പറ്റത്തില്ല. ഈ ബോൾട്ട് ഇതിനകത്തിരുന്ന് ജാമായിപ്പോയി. അതിൽ ബുഷും കാര്യങ്ങളും എല്ലാം തേഞ്ഞ് തീർന്ന് ഇതുണ്ട്, ഇതകത്ത് പിടിച്ചു പോയി. ഈ ഒരു സൈഡ് കണ്ടോ, തേയ്മാനം വന്ന് ഇവിടുത്തെ വീതിയും കണ്ടോ, കിട്ടുന്നുണ്ടോ? ഈ 2 വീതിയും കണ്ടോ? അതാണ് ഇതിൻ്റെ അവസ്ഥ. ബോൾട്ട് ലൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ബോൾട്ട് ഇതിനകത്തിരുന്ന് സ്റ്റക്കായിപ്പോയി. ഇതിൽ വെച്ചിരുന്ന പീസാണ്, നമ്മളാ പീസ് മാറ്റുന്നില്ല. പീസ് അതുപോലെ വെച്ച് തന്നെ നമുക്ക് അടുത്തത് സെറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു കൈ
ഇത് ഇത്രയും നമുക്ക് ഒരു സൈഡിലേക്കുള്ള സാധനങ്ങളാണ്. വെക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബോൾട്ട് വീണ്ടും പുറകോട്ട് പിടിച്ച് തട്ടി ഊരിയിട്ട് പിന്നെ വയ്ക്കത്തുള്ളൂ. അല്ലേ പിന്നെ ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടി സസ്പെൻഷനൊക്കെ വലിച്ചു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കിടണില്ല. നമുക്കിത് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ വയ്ക്കാം. പക്ഷേ അതിലുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഒന്നും അറിയാൻ പറ്റില്ല. കാണുന്നവർക്ക് ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല. അതൊരു കാര്യം. പിന്നെ അതുമല്ല, നമ്മുടെ ഷോക്ക് അബ്സോർബർ ഇളക്കണം. അപ്പം ആ ഒരു മടി വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. ഇതാകുമ്പോഴത്തേക്ക് കാണുന്നവർക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്യും. കാരണം ഇത് ഇത്തിരി കഷ്ടപ്പാടുള്ള പണിയാണ്. എന്നാൽ കൂടിയും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്തിരി ഇരട്ടിപ്പണിയാണ്. എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഇത് കണക്ക് പതുക്കെ ഇരുന്ന് ഇളക്കും. ഒരു സൈഡ് സെറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു കൈ മാത്രം ലൂസ് ചെയ്ത് നമുക്ക് ഇളക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ഈ 2 ബോൾട്ട് ലൂസ് ചെയ്യണമെന്നില്ല. ഈ 2 ബോൾട്ട് ലൂസ് ചെയ്യണമെന്ന് നമ്മുടെ ഇവിടുത്തെ സ്റ്റഡ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം സകലം ലൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് കണക്ക് ഇളക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സെറ്റായ പറയടി.
അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പുറ സൈഡ് ഇളക്കണം. അതുപോലെ തന്നെയാണ് ഓക്കെ. ഇത്തിരി മാറ്റി പിടിച്ച ക്യാമറ. ഇനി നമ്മൾ ജാക്കി ഇറക്കാം. കളയണ്ടോ ഇപ്പുറത്തുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു ഹൈഡ്രോളിക് ജാക്കിയാണ്. ഹൈഡ്രോളിക് ജാക്കിയാണ് മേടിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പുറ സൈഡിലെ വർക്കെല്ലാം കഴിഞ്ഞു. വീലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഇനി ഇടത് സൈഡും കൂടെ, ഈ സൈഡും കൂടെ ഉണ്ട്. അത് ഇളക്കുന്നത് അപ്പുറം അന്ന് സെയിം തന്നെ. സോ അവിടെ എന്തെങ്കിലും എടുക്കാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ സൈഡ് ചെയ്ത് കാണിക്കാം. അല്ലാത്ത പക്ഷത്തിൽ രണ്ടും സെയിം പരിപാടി തന്നെയാണ്. അപ്പം ഇതും ഫാസ്റ്റ് ഫോർവേഡായിട്ട് കുറച്ചൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇടത് സൈഡിലെ സസ്പെൻഷൻ. ഇതിൻ്റെ കണ്ടീഷൻ കണ്ടോ? ഇതാണ് നമ്മുടെ ബോഡിയിലിട്ട് സെറ്റ് ചെയ്യുന്ന സാധനം. അതിനെക്കാട്ടിയും തള്ളിയാണ് നമ്മുടെ ആമിൻ്റെ രണ്ട് കൈകൾ നിൽക്കുന്നത് കണ്ടോ? ഇത് രണ്ടും നമ്മൾ ബോഡിയിൽ ഒരഞ്ഞ് ഈ ഒരു പരുവായി. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ലെവലിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ തട്ട് വരുന്നുണ്ട്. ഇത് നമ്മളെ ബോഡിയിൽ തട്ടാൻ പാടില്ല. ആ ഒരു കണ്ടീഷനിൽ നിൽക്കേണ്ട സാധനമാണ്. പക്ഷേ എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ല, തേയ്മാനം കാരണമാണ്. ഓക്കെ, ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് അണങ്ങുന്നത് പോലുമില്ല. നല്ലതുപോലെ വർക്കിംഗ് ആവേണ്ട സാധനമാണ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് പിന്നെ വണ്ടിയിലിരുന്നിട്ട് എങ്ങനെയാണ് ആക്ഷൻ കിട്ടുന്നത്? അവിടെ അപ്പോൾ നമ്മുടെ അവസാനത്തെ പണിപ്പുരയിലാണ്. ഏകദേശം ഇതിൻ്റെ പണികളൊക്കെ തീർന്നു. നമുക്ക് ഈ നട്ടും കൂടെ ഇട്ട് ടൈറ്റ് ചെയ്താൽ, നട്ടും ബോൾട്ടും കൂടെ ഇട്ട് ടൈറ്റ് ചെയ്ത് ആ ഒരു 14 കൂടെ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി അങ്ങ് തീരും. അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ്റെ അപ്പറാമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സസ്പെൻഷൻ്റെ ബുഷും മറ്റു കാര്യങ്ങളൊക്കെ മാറി കുറച്ചൊക്കെ ഇളക്കി ഗ്രീസൊക്കെ വെച്ചു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നേരത്തെ നിന്നും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഓട്ടിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവർ ബൈ. അതുപോലെ തന്നെ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകളൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.